നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വലിയ ജനക്കൂട്ടം അത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശകലനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ആൾക്കൂട്ടം ഒരിക്കലും വോട്ടാകില്ല. പക്ഷേ നരേന്ദ്രമോദിക്ക് എന്ത് കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയും, അതിൻ്റെ ഉത്തരം എന്തായിരിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ചിത്രം തെരഞ്ഞെടുപ്പിന് ശേഷമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിതിനിലേക്ക് പോകുന്നു. നിതിൻ, റോഡ് ഷോ അവസാനിച്ചിരിക്കുന്നു. 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് അദ്ദേഹം കൊച്ചിയുടെ നഗരവീഥിയിലൂടെ സഞ്ചരിച്ചത്. ആയിരക്കണക്കിന് പേർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചു. തീർച്ചയായും പാർട്ടി പ്രവർത്തകർ അതിൽ കൂടുതലുണ്ടാവാം, എങ്കിലും അദ്ദേഹത്തെ കാണാനെത്തിയവരുണ്ടാവാം. കൊച്ചുകുട്ടികളുണ്ട്, കൈവീശി കാണിക്കാൻ, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനൊക്കെ ജനങ്ങൾ മത്സരിക്കുന്നത് കാണാമായിരുന്നു. ഈ റോഡ് ഷോ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായൊരു ചിത്രം ജനങ്ങൾക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുമോ? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് കൊച്ചിയിൽ കേരളത്തിൽ ലഭിച്ച സ്വീകരണം? ഫിജി, കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന നേതൃത്വം പറഞ്ഞത് 5 മണിയോടുകൂടി അദ്ദേഹം കൊച്ചിയിലെത്തും, 6 മണിക്ക് റോഡ് ഷോ ആരംഭിക്കും എന്നായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി കൊച്ചിയിലെത്താൻ അല്പം വൈകി. 6:50 അദ്ദേഹം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും INS ഗരുഡയിൽ അദ്ദേഹം നാവികസേന ആസ്ഥാനത്തെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. തുടർന്നാണ് അദ്ദേഹം കൊച്ചിയിൽ റോഡ് ഷോ നടക്കുന്ന KPCC ജംഗ്ഷനിലേക്ക് എത്തിയത്. 7:45 റോഡ് ഷോ ആരംഭിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാത്രമായിരുന്നു നരേന്ദ്രമോദിയോടൊപ്പം ആ തുറന്ന വാഹനത്തിൽ ഉണ്ടായത്. റോഡിന് ഇരുവശത്തുമായി അദ്ദേഹത്തെ പ്രവർത്തകരും പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയവരും അദ്ദേഹത്തിന് കൈവീശി കാണിച്ചു. അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നടത്തി. ഏകദേശം 8:15 തന്നെ റോഡ് ഷോ എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ സമാപിച്ചു. 1.25 കിലോമീറ്റർ ദൂരമുള്ള റോഡ് ഷോ ആണ് ഇന്ന് കൊച്ചിയിൽ നടന്നത്. എറണാകുളം ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള BJP പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കാളികളാകാൻ എത്തിയിരുന്നു. കൃത്യമായി സംസ്ഥാന നേതൃത്വം കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പരിപാടിയാണ് ഇന്ന് കൊച്ചിയിൽ അരങ്ങേറിയത്. BJPയുടെ സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രകാശ് ജാവേദ്കർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. കൂടാതെ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും ചേർന്നാണ് സ്വീകരിച്ചത്. നാളെ അദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു പരിപാടി കൊച്ചിൻ ഷിപ്പ്യാർഡിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഇവിടേക്ക് എത്തിയത്. തുടർന്ന് അദ്ദേഹം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും റോഡിന് ഇരുവശത്തുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ഒരു പരിപാടി BJPയെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന BJP നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരിപാടി തന്നെയാണ് കൊച്ചിയിൽ ഇപ്പോൾ അവർ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഫിജി.